RLBയിൽ അന്വേഷിച്ചപ്പോൾ ആൺകുട്ടികളെ എടുക്കണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? ആൺകുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ, പെൺകുട്ടികൾക്ക് മാത്രമേ എടുക്കാറുള്ളൂ. അത് സമ്മതിച്ചു. എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് എടുക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് റൂൾ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, അതില്ല. അപ്പൊ ഞാൻ അത് പറഞ്ഞു അതെന്ത്. അപ്പൊ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നോട് പറഞ്ഞത് അവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിന്ന് കളിപ്പിക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കലാക്ഷേത്രയില് RLBയിൽ നിന്നുള്ള അധ്യാപികയെ ഗവൺമെന്റ് വിട്ട് കലാക്ഷേത്രയെ പഠിപ്പിച്ചു. കലാക്ഷേത്ര വിലാസിന്റെ ടീച്ചർ എന്നെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ അവിടെ പഠിച്ചത് ആണുങ്ങളുടെ കൂടെ നിന്നാണ്. ഇത് 5 മാസമൊക്കെ കൂടെ നിന്നിട്ടാണ് പഠിച്ചേക്കണത്. അന്നേ ആൺപിള്ളേരുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം എടുത്താൽ ഒരിക്കലും പുരുഷനെ മാറ്റി നിർത്താൻ പറ്റൂല. കാരണം നാട്യത്തിന്റെ ദേവനാരാണ്? മഹാദേവൻ പുരുഷനല്ലേ? എന്തുകൊണ്ട് നാട്യത്തിന്റെ ദേവി ഉണ്ടായില്ല? ഇത്ര മാത്രം ദേവിമാര് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടായിരുന്നു. ഒരു ദേവിമാരെ പോലും കണ്ട് ദേവനെ എടുത്ത് എന്താണ് അടുത്തത്? ആരാ നാട്യശാസ്ത്രം എഴുതിയത്? അത് ഭരതമുനിയാണ്, പുരുഷനാണ്. ഇനി മറ്റൊരു ടേം ഉണ്ട്. ആ ടേമിൽ പറയുമ്പോൾ ഒരു പക്ഷെ അതിന് വേറൊരു വ്യാഖ്യാനം വരാം. എങ്കിലും നട്ടുവനാർന്നേ ഉള്ളൂ, നട്ടുവനാർത്തി എന്നുള്ള പ്രയോഗമില്ല അല്ലേ? അപ്പൊ പറയും മാഷേ കന്യകയ്ക്ക് എന്താണ്? കന്യക എന്നുള്ളതിന് പുരുഷലിംഗം എന്താ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ പോലെ അതല്ല, നട്ടുവനാർന്നേ പറയുള്ളൂ. പിന്നെ താണ്ഡവം ലാസ്യം, നേരത്തെ പറഞ്ഞ വലിയ ടോപ്പിക്. താണ്ഡവം ഇല്ലാണ്ട് എങ്ങനെ നൃത്തം പൂർണ്ണമാവും? അതുകൊണ്ട് തന്നെ പുരുഷന് അവിടെ നിന്ന് പഠിക്കാനുള്ള തീർച്ചയായിട്ടും യോഗ്യതയുണ്ട്. അതിനു പേര് ഞാൻ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി 1 മാസത്തോളം ഞാൻ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി.